നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഗ്രാമീണ തൊഴിലാളികൾക്കിടയിൽ വലിയ ചർച്ചയാകുന്ന ഒരു സുപ്രധാന വാർത്തയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. വർഷങ്ങളായി ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണ കുടുംബങ്ങൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കിയിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വലിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അതോടൊപ്പം തന്നെ പുതിയതായി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന പദ്ധതിയും ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയാണ്. എന്നാൽ ഈ പുതിയ മാറ്റം എന്താണ്? നിലവിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? പുതിയ പദ്ധതിയിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? കൂടുതൽ ദിവസങ്ങൾ തൊഴിൽ ലഭിക്കുമോ? വേതനം വർദ്ധിക്കുമോ? ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഇതിലൂടെ എന്ത് നേട്ടം ലഭിക്കും? ഇത്തരം എല്ലാ കാര്യങ്ങളും വിശദമായി നമുക്ക് പരിശോധിക്കാം. ആദ്യം ഈ മാറ്റത്തിന്റെ പ്രധാന പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും കുടുംബങ്ങൾക്ക് കുറഞ്ഞത് ഒരു നിശ്ചിത കാലയളവെങ്കിലും തൊഴിൽ ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന ഒരു പദ്ധതി ആരംഭിച്ചു. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾ തൊഴിൽ നേടി. കേരളത്തിലും ഈ പദ്ധതി വളരെ ജനകീയമായി മാറി. പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളുടെ പങ്കാളിത്തം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കൽ, കുളങ്ങൾ നവീകരിക്കൽ, മഴവെള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ, അതുപോലെ കനാൽ ശുചീകരണം, കൃഷിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പദ്ധതികൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ കാലക്രമേണ കൂടുതൽ കാര്യക്ഷമതയും സാങ്കേതിക സംവിധാനങ്ങളും ആവശ്യമായി വന്നു എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന പുതിയ മാതൃക അവതരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ പുതിയ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തൊഴിൽ ദിവസങ്ങളുടെ വർധനവാണ്. നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു കുടുംബത്തിന് വർഷത്തിൽ 100 ദിവസത്തെ തൊഴിലാണ് ലഭിച്ചിരുന്നത്. എന്നാൽ പുതിയ സംവിധാനത്തിൽ ഇത് 125 ദിവസമായി ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ആകെ 25 ദിവസം അധിക തൊഴിൽ ലഭിക്കാനുള്ള അവസരമാണിത്. ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളുടെ വാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ഇത് വലിയ സഹായമാകുമെന്നാണ് വിലയിരുത്തൽ. ഇനി വേതനത്തിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. നിലവിൽ പല സംസ്ഥാനങ്ങളിലും വേതന നിരക്കിൽ വ്യത്യാസമുണ്ട്. പുതിയ പദ്ധതിയിൽ കുറഞ്ഞത് 400 രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ഔദ്യോഗികമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ബാധകമാകുമോ എന്ന കാര്യത്തിൽ കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ വരാനുണ്ട്. എങ്കിലും ഗ്രാമീണ തൊഴിലാളികൾക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷ നൽകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്നു. ഇനി മറ്റൊരു പ്രധാന വിഷയമാണ് തൊഴിൽ കാർഡ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് വീണ്ടും തുടക്കം മുതൽ അപേക്ഷിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നിലവിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ പുതിയ സംവിധാനത്തിലേക്ക് മാറ്റാനാണ് സാധ്യത. പിന്നീട് പുതിയ തൊഴിൽ ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതിനാൽ ഇപ്പോൾ തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്നുള്ള അറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി പുതിയതായി അംഗമാവാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിലേക്ക് വരാം. ഗ്രാമപഞ്ചായത്ത് മുഖേന അപേക്ഷ നൽകാൻ സാധിക്കുമെന്നാണ് സൂചന. റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആധാർ, KYC, മൊബൈൽ നമ്പർ, ഫോട്ടോ എന്നിവ ആവശ്യമായി വന്നേക്കാം. കൃത്യമായ നടപടിക്രമങ്ങൾ സർക്കാർ പിന്നീട് വ്യാപിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. സുഹൃത്തുക്കളെ, പുതിയ പദ്ധതിയിൽ മറ്റൊരു പ്രത്യേക അപകട ഇൻഷുറൻസ് പോലുള്ള സുരക്ഷാ ആനുകൂല്യങ്ങളാണ് ഉള്ളതെന്നാണ് അറിയപ്പെടുന്നത്. ജോലി ചെയ്യുന്നതിനിടയിൽ അപകടങ്ങൾ സംഭവിച്ചാൽ തൊഴിലാളികൾക്ക് കൂടുതൽ സംരക്ഷണം ലഭിക്കണമെന്ന ആശയത്തിലാണ് ഈ വ്യവസ്ഥകൾ ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇത് വലിയ മാറ്റമാകും. അതുപോലെ തന്നെ ജലസംരക്ഷണം, കാർഷിക വികസനം, പരിസ്ഥിതി സംരക്ഷണം, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നാണ് പറയപ്പെടുന്നത്. ഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിനായി തൊഴിലാളികളുടെ തൊഴിൽ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇനി ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ചില തൊഴിലാളി സംഘടനകൾ പറയുന്നത് പഴയ പദ്ധതി അവകാശ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും പുതിയ സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ തൊഴിലാളികൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാർ പറയുന്നത് കൂടുതൽ തൊഴിലും
കൂടുതൽ വേതനവും കൂടുതൽ സുതാര്യതയും നൽകുന്നു എന്ന പദ്ധതിയായിരിക്കും ഇത് എന്നാണ് പറയുന്നത്. അതുപോലെ ഡിജിറ്റൽ നിരീക്ഷണം, ഓൺലൈൻ രജിസ്ട്രേഷൻ, ജോലികളുടെ തത്സമയ നിരീക്ഷണം, പേയ്മെന്റ് ട്രാക്കിംഗ്, സുതാര്യമായ ഫണ്ട് വിനിയോഗം ഇവയെല്ലാം പുതിയ സംവിധാനത്തിന്റെ ഭാഗമാവുമെന്നാണ് സൂചന ലഭിക്കുന്നത്. കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് തൊഴിലുറപ്പ് ജോലിയെ ആശ്രയിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ, വയോജനങ്ങൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ എന്നിവർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം കൂടുതൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ മാറ്റങ്ങൾ എങ്ങനെ നടപ്പിലാക്കപ്പെടും എന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. രണ്ടാമതായി KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. മൂന്നാമതായി പഞ്ചായത്ത് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇപ്പോഴും സജീവമാണോ എന്ന് പരിശോധിക്കുക. നാലാമതായി തൊഴിലുറപ്പ് കാർഡിലെ വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഉറപ്പാക്കുക. ഈ കാര്യങ്ങൾ ഭാവിയിലെ ഏറെ സഹായകരമാകും. അവസാനമായി പറയാനുള്ളത്, ഗ്രാമീണ തൊഴിൽ മേഖലയിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നായി ഈ പുതിയ പദ്ധതി മാറാൻ സാധ്യതയുണ്ട്. 100 ദിവസത്തിൽ നിന്ന് 125 ദിവസത്തിലേക്കുള്ള വർധനവ്, അതുപോലെ കൂടുതൽ വേതന സാധ്യത, സുരക്ഷാ ആനുകൂല്യങ്ങൾ, ഡിജിറ്റൽ സുതാര്യത, ഗ്രാമീണ വികസനത്തിന് കൂടുതൽ പ്രാധാന്യം ഇവയെല്ലാം പദ്ധതിയുടെ പ്രധാന സവിശേഷതകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതേസമയം ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വരുന്നതുവരെ അന്തിമ തീരുമാനങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.